ഇതൊക്കെ നമുക്ക് എത്രയാണ് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ്? ഇത് 32 മുതൽ 34 വരെ മാറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ KFC ഇല്ലേ, നമ്മുടെ KFC അവർ സ്ഥിരമായിട്ട് ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഡിസൈനാണ്. കറക്റ്റ് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ ആണ്. തീർച്ചയായിട്ടും. ഇത് എത്ര വരെ? അതെ, അടിപൊളി ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ്, അതായത് ഇതിനൊരു ഗ്ലാസ് ഫിനിഷ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എപ്പോഴും വന്നാലും സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടാവും അല്ലേ? നമ്മളൊരു വീടൊരുക്കുന്ന സമയത്തെ നമ്മൾ സ്ട്രക്ചർ വരെ നമുക്ക് ഏകദേശം കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടനവധി മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ സ്ട്രക്ചർ പൂർത്തിയാക്കുന്നത്. പിന്നീട് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ഫ്ലോറിങ്ങിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത്. പ്രത്യേകിച്ചും ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഫ്ലോറിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടൈൽസ് തന്നെയാണ്. പക്ഷേ ഈ ടൈല് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ടൈൽ എടുക്കണം, ഏത് ഗ്രേഡ് ടൈൽ എടുക്കണം. ഇന്ന് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ റേറ്റ് മുതൽ നല്ല റേറ്റ് വരെയുള്ള ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ ചടയമംഗലത്തുള്ള, അതായത് ജഡായിപ്പാറ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അതിനടുത്തുള്ള നമ്മുടെ ഇവ ഫ്ലോർ വേൾഡ് എന്ന് പറയുന്ന ടൈൽസിൻ്റെ വലിയൊരു ഗോഡൗണിലാണ്. ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ടൈലുകളും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈലുകളും അവൈലബിൾ ആണ്. 4x2 ടൈലുകളൊക്കെ 32 രൂപ മുതൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അകത്തേക്ക് പോയാലോ? നമ്മൾ സാധാരണ കണ്ടുവരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഭയങ്കര ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ടൈൽസിലേക്ക് വ്യാപകമായിട്ട് ലൈറ്റ് ഇതാക്കിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ. നമുക്ക് നമ്മുടെ ഇവ ഫ്ലോറിങ്ങിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ലുക്മാൻ ബ്രോ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വെച്ചിരിക്കുന്നത്? ഡിസ്പ്ലേ ഒന്നും വെക്കാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാൽ കോസ്റ്റ് മാക്സിമം, റണ്ണിങ് കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് കസ്റ്റമർക്ക് അതിന്റെ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ഷോപ്പൊക്കെ എടുത്ത് ലൈറ്റും AC ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അത് ഈ കസ്റ്റമർ അടുത്ത് തന്നെ ഈടാക്കണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെ കഴിയുന്ന നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ, കാരണം നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമറുടെ എമൗണ്ട് കൂട്ടിയിട്ടാണ് എല്ലാവരും റേറ്റ് കൂട്ടി കൊടുക്കല്. അപ്പോൾ നമ്മൾ റണ്ണിങ് കോസ്റ്റ് കുറച്ചിട്ട് ആ റേറ്റിൽ കസ്റ്റമർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അതായത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാണുന്ന സംഭവമാണ്. അതെ, ഇതേ രീതി തന്നെയാണ് നമ്മളെ വീട്ടിൽ പോയാലുള്ളത്. അതെ, മറ്റേ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ടൈൽസ് എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിരിക്കുന്ന സമയത്ത് ആ ലൂമിയൻസിന്റെ വ്യത്യാസത്തിൽ കളേഴ്സിൽ ചേഞ്ചസ് വരും. ഇവിടെ നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ് നമുക്ക് ഫ്ലോറിലേക്ക് വിരിച്ചാലും കിട്ടുക. അത് കസ്റ്റമർ ഇതായിട്ടാണ്. ചില കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. ചിലവർ ഇതിൽ ഹാപ്പിയാണ്. അത് മനുഷ്യന്മാർ ഓരോ രീതിയിലല്ലേ. അപ്പൊ നമ്മൾക്ക് കുഴപ്പമില്ല, നമ്മളെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. അപ്പൊ ആ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. ശരി, അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ടൈൽസിന്റെ വിശേഷത്തിലേക്ക് പോവാം. ഈ സെക്ഷൻ ഫുള്ള് വരുന്നത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. മാറ്റിൽ നമ്മുടെ അടുത്ത് പ്രീമിയം ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. സ്റ്റാൻഡേർഡിൽ വരികയാണെങ്കിൽ 32 റുപ്പീസ് മുതലാണ് പെർ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്. അതായത് എന്താണ്, ഇത് 2-4 സൈസ് ആണെങ്കിലാണ് ഞാൻ ഈ പ്രൈസ് പറഞ്ഞത്. ഒരു സ്ക്വയർ ഫീറ്റിനാണ് ഈ റേറ്റ് വരുന്നത്. 32 മുതൽ സ്റ്റാർട്ടിങ്. ഇത് 2-4 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4x2 എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്? 8 സ്ക്വയർ ഫീറ്റ്. 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒരു ബോക്സിൽ 2 പീസാണ് വരിക. അതിന് 15.5 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് നമ്മൾ ബില്ലിംഗ് ചെയ്യുന്നത്. ആക്ച്വലി അത്രേ ഉണ്ടാവുള്ളൂ. ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. പലപ്പോഴും ഈ 2x2 ടൈല് 4 സ്ക്വയർ ഫീറ്റ്, ഇത് 8 സ്ക്വയർ ഫീറ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് പല ഷോപ്പുകളും ക്യാഷ് എടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്ക് ഇതിന് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ടൈലിന് എന്തായാലും 8 സ്ക്വയർ ഫീറ്റ് ഇല്ല. അതിൽ ഈ ശരിക്കും നമുക്കത് ബോധ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഹെവി ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ഈ ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് അനാവശ്യമായിട്ട് നമ്മുടെ ഒരുപാട് പൈസ പല ഷോപ്പുകളും പറ്റിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. ഒന്ന്. ഇനി രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, മാറ്റ് ഫിനിഷ് ആണ് ഇവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു. പലപ്പോഴും പല ആളുകളും ഇപ്പോൾ നമ്മുടെ സൈറ്റുകളിൽ തന്നെ മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇത് ഇടാനായിട്ട് ഒരു വിമുഖത കാണിക്കുന്നു. അതിൻ്റെ പ്രധാനമായിട്ട് അവർ പറയുന്ന ഇഷ്യൂ, ഇതിനകത്ത് പെട്ടെന്ന് സ്ക്രാച്ച് വരും, അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ പാടാണ്. ലുക്മാൻ ഭായിയുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനകത്ത് എന്താണ് അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറയാല്ലേ, ഗ്ലോസി എത്ര ഹൈ ബ്രാൻഡ് ആണെങ്കിലും ഗ്ലോസിൽ സ്ക്രാച്ച് വരും. അതായത് സാറ്റിൻ മാറ്റ് ഫിനിഷിലാണ് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കുറവ്. എല്ലാ മെറ്റീരിയലും സ്ക്രാച്ച് വരും. സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടില്ല, അതായത് കുറക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മൾ വലിയ കമ്പനിയിൽ പോവുകയാണെങ്കിലും മാറ്റിലാണ് അവർ അത്രയും ഗ്യാരണ്ടി പറയുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വണ്ടിയുടെ കീ ആണ്. നല്ല രീതിയിൽ
ഞാൻ ജസ്റ്റ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഇത് വീണിട്ടുണ്ട്. അത് ഇത് ചെയ്താൽ പോകും. ഇതൊക്കെ നമുക്ക് എത്രയാണ് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ്? ഇത് 32 മുതൽ 34 വരെ ഈ മാറ്റിൽ വരുന്നുണ്ട്. പ്രീമിയം വരുമ്പോൾ വുഡനിൽ വരികയാണെങ്കിൽ 39 മുതൽ 42 വരെ. ഇതൊക്കെ വുഡനാണ്. ഇത് വുഡൻ്റെ പ്രീമിയാണ്. ഇതൊരു 38 മുതൽ 42 റേഞ്ച് വരെ നല്ല ഒരു ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. ടച്ച് ആൻഡ് ഫീൽ ഉള്ള സാധനമാണ് ഇത്. ശരിക്കും നമ്മുടെ ഫ്ലോറിങ്ങിലേക്ക് മാത്രമല്ല, നമ്മുടെ എലിവേഷൻ്റെ ഓൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പം അടുത്ത സമയത്ത് എൻ്റെ അനുജത്തിയുടെ വീട്ടിലേക്ക് ഒരു ഇതിലേക്ക് ഫുൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോക്സി ഇട്ടൊരു ബോക്സിൽ ഈ സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടും. ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു ഡാർക്ക് അല്ലേ, ഒരു റഫ് ഇത് റഫിൽ റസ്റ്റിക് ഡിസൈനിലോട്ട് പോയി. റസ്റ്റിക്കിലോട്ട്. ഓക്കെ, ഇത് എത്ര വരാ? ഇത് ഒരു 32, 34 റേഞ്ചിൽ. ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻ ഉണ്ട് നമ്മുടെ അടുത്ത്. നമ്മുടെ അടുത്ത് ഒരുപാട്, എനിക്ക് തന്നെ അറിയില്ല അത്രയും ഡിസൈൻസ് ഉണ്ട്. ഏകദേശം ടോട്ടൽ ഒരു 300, 400, 500ൻ്റെ അടുത്ത് ഡിസൈൻ അവൈലബിൾ ഉണ്ട്. അതായത് ഗ്ലോസിയും മാറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പൊ ഇതിൽ കണ്ട നൗഷാദ് 28.5 ബോക്സ് ഇത് സോൾഡ് എന്ന് എഴുതി വെച്ചു. ഇതെല്ലാം ഇതിന് നമുക്ക് അവൈലബിൾ അല്ലല്ലേ? ഇതുണ്ട്, ഇതിന്റെ സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷെ ഇതിൽ 28 ബോക്സ് നൗഷാദക്കാക്ക് സെയിൽ ആയതാണ്. അതേപോലെ ഇതാ ഇതിലെന്താണ് വനജ കുമാരി, അതേപോലെ ഓൾറെഡി സ്റ്റോക്ക് ടോപ്പിൽ ഇതെല്ലാം സോൾഡ് ഔട്ട് ആയതാണല്ലേ? പക്ഷെ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഉണ്ട് സാധനം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും. അത് നമ്മളെ ഗ്യാരണ്ടിയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീൽ ഉള്ളതാണ്, പ്രത്യേകിച്ചും നമ്മുടെ ടോയ്ലറ്റിന്റെ വോളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിങ്ങിനൊക്കെ വേണ്ടിയിട്ടില്ലേ. നമ്മളടുത്തുള്ള സ്റ്റോക്ക് ഫുള്ള് വരുന്നത് വെർട്ടിഫൈഡിലാണ്. സെറാമിക് അല്ല, വെർട്ടിഫൈഡിലാണ്. കാർവിങ്ങിന് ശേഷം വന്ന ഡിസൈനാണ് പഞ്ചിങ്. ഇത് ജസ്റ്റ് നമ്മൾ ഒരു കുഴി ഉള്ളതുപോലെ ആണെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ലപ്പാട്ര ഫിനിഷ് പോലെ ഉണ്ടാവും. ഫിനിഷ് പോലെ. അതെ, ശരി. ഇനി നമ്മൾ ഏതാണ് കാണാൻ പോവാ? നമുക്കിനി ഇതിന്റെ പ്രീമിയം കാണാം. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് പ്രീമിയം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അതിന്റെ ഐഡിയ കിട്ടിയിട്ടില്ല. അതായത് എന്താണ് പ്രീമിയം, എന്താണ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ട്സ്, അതായത് പ്രിന്റിങ്ങിൽ വരുന്ന ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അതായത് ചെറിയ ഡോട്ട്സ് ആയിട്ടോ ഈ കാണുന്നത് ആണ് ഇതിന്റെ പ്രോബ്ലം. അതായത് നമ്മളെ ഷോപ്പിൽ വന്നാൽ നമ്മൾ കറക്റ്റ് ഇവിടുത്തെ സ്റ്റാഫ്സ് കറക്റ്റ് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും. കാണാൻ കഴിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ, അതായത് ഫ്ലോറിങ്ങിൽ ഭയങ്കരമായിട്ടാണ് ആളുകൾ ചിന്തിക്കല്. അപ്പൊ നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്ന വെച്ചാൽ അവരിഞ്ഞ് രാവിലെ വന്നിട്ട് വൈകുന്നേരം എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവരവരെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തോട്ടെ. കാരണം ഇത് ഒരു പ്രാവശ്യം ലേ ചെയ്താൽ പിന്നീട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് മാറ്റി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം വീടിന്റെ കോസ്റ്റിൽ വരുന്ന ഒരു ഭാഗമാണ്. നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 35,000 രൂപ ആവുള്ളൂ. പക്ഷെ നിങ്ങൾ നോർമൽ വേറെ എടുക്കുകയാണെങ്കിൽ 60,000, 70,000 രൂപ വരെ ആവും. ഞാൻ നോർമൽ കേസിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, അവരെ സമയത്തിന് എടുത്തിട്ട് അവർ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്തോട്ടെ. അവർക്ക് എന്ത് വേണ്ട ഡേറ്റ് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ ക്വാളിറ്റി നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കും. സ്റ്റാൻഡേർഡിന് വരുന്ന പ്രശ്നം എന്താണ്, പ്രീമിയം എങ്ങനെയാണ് വരിക ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് ടൈൽ 32 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 32 മുതൽ ഒരു 36 വരെ. ഇപ്പോൾ പ്രീമിയത്തിലേക്ക് വരുന്ന സമയത്ത് 39 രൂപ മുതലാണ്. 39 മുതൽ 42 റേഞ്ച് 42 വരെ. അപ്പോൾ ശരിക്കും നിങ്ങൾ കാണുന്ന ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാമോ? ഈ ഡോട്ട്സിൻ്റെയും പ്രിന്റിങ്ങിലെ പ്രോബ്ലം മാത്രമേ വരുള്ളൂ. അതായത് നമ്മൾ ഇത് 2-3 ടൈപ്പ് സോർട്ടിംഗ് ഉണ്ട്. ഈ പ്രീമിയം, സ്റ്റാൻഡേർഡ്, കൊമേഴ്ഷ്യൽ, ഈക്കോ, പിന്നെ മിക്സഡ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കമ്പനിക്ക് ഈ എല്ലാ സോർട്ടിംഗ് ഉണ്ടാവും. അത് വലിയ കമ്പനീസിൻ്റെ ഫുൾ മെറ്റീരിയലാണ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചില കമ്പനികൾക്ക് പ്രീമിയം സോർട്ടിംഗ് ഉണ്ടാവും. അതേപോലെ നേരെ കഴിഞ്ഞാൽ 2 സോർട്ടിംഗ് ഉണ്ടാവുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് സോർട്ടിംഗ് ഉണ്ടാവില്ല, കൊമേഴ്ഷ്യൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ക്വാളിറ്റി ഡിഫറൻസ് വന്നു, കമ്പനീൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് വന്നു. അതായത് ഇതിൽ സ്റ്റാൻഡേർഡും വരാം, കൊമേഴ്ഷ്യലും വരാം, ഈക്കോയും വരാം. പ്രൈസിനും ചെറിയ മാറ്റങ്ങൾ വരും. ഇപ്പം നമ്മളിതിൽ പറഞ്ഞാൽ 39 അല്ലെങ്കിൽ പ്രീമിയത്തിൽ 39 മുതൽ 42 വരെ റേഞ്ച് വരുന്നത്. ശരി. മറ്റേത് 32 മുതൽ 36 വരെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷെ ആ ക്വാളിറ്റി വൈസിൽ അത്രയും ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് വരുന്നുള്ളൂ. അതാണ് ആ പ്രൈസ് റേഞ്ച് മാറ്റം വരാതാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് നോക്കുന്ന ഒരു സാധനമാണ് പ്യൂർ വൈറ്റ് വിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത്. ഇത് എത്ര നമുക്ക് റേറ്റ് വരും? പ്രീമിയം ആണെങ്കിൽ നമുക്കൊരു 39 വരാം. ഇപ്പം ഇത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റിലേക്ക് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന സാധനമാണ്. ഇതും
39 റേഞ്ചിൽ കൊടുക്കാം. ഈ കാണുന്ന എല്ലാം അതായത് സിമ്പിൾ ആണ്, 38 മുതൽ 42 അല്ലെങ്കിൽ 39 മുതൽ 42 ആ റേഞ്ചിലേ വരുന്നുള്ളൂ 4x2. ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് മൊത്തത്തിലുള്ള ഒരു റേറ്റ് ഇപ്പൊ 32 മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമുക്ക് പ്രേക്ഷകർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് എത്ര വരാ? ഇത് 33 റുപ്പീസ് 33 വരുന്നുണ്ട്. ഇത് രണ്ടും സെയിം തന്നെയാണ് അല്ലേ? സെയിം ഡിസൈൻ. ഇപ്പൊ റാൻഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിലേക്ക് വരുന്നത് ഇത് എത്ര വരുന്നത്? ഇത് 36 വരും. 36 വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷിൽ ഇതെല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് എത്ര വരാം? ഇത് 35 വരും. ഇതില് ഈ പിൻഡോട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെക്കൻഡറിയിൽ വരുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് അല്ലേ? സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഓക്കെ. ഇതെല്ലാം ആ റേറ്റ് തന്നെയാണോ? ഒരു 30? ഇത് 34, 36, അത് 32 ആ റേഞ്ചിലൊക്കെ വരും. ഓക്കെ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഗ്രേ ഫിനിഷ് ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ എന്ന് പറയാം. ഇത് എത്ര വരുന്നത്? ഇത് 35. ഇത് വന്നിട്ട് നമ്മുടെ ടെറാസോ സീരീസ് ആണ് അല്ലേ? ഇത് എത്ര വരിക? ഇതൊരു 34 നമുക്ക് കൊടുക്കാം. ഇതിന്റെ ലൈറ്റ് കളർ ഉണ്ട്, ഒരു 30 അവിടെ കാണിച്ചല്ലോ, ഒരു 32, 33 റേഞ്ചിൽ കൊടുക്കാം. ഇതിലൊരു ഒലിവ് ഗ്രീൻ കളർ വരുന്നുണ്ടല്ലേ? ഗ്രീൻ കളർ നിങ്ങളെല്ലാം അവൈലബിൾ ആണോ? ഗ്രീൻ കളർ എപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ചെക്ക് ചെയ്യണം. മെറ്റീരിയൽ വരലുണ്ട്. ഇനി നമ്മുടെ ഈ കിച്ചണിലേക്കൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വുഡൻ ടൈപ്പ്, വുഡൻ ഡിസൈൻ വരുന്നത്. ഇത് ഒരു ടൈപ്പാണ്. ഇത് പ്രീമിയം 42 റേഞ്ച് ആണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫീൽ ഉള്ള സാധനം ഇത് കറക്റ്റ് വുഡൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ പഴയ ഡെസ്കിന്റെ ഒക്കെ പഠിക്കുന്ന അതിന്റെ ഒരു ഫീൽ ഉണ്ട്. ഇത് എത്ര വരെ? ഇത് 42 ആണ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആണോ? ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഇത് എത്ര വരെ? ഇതൊരു നമുക്കൊരു 34. ഇനി ഇതൊക്കെ ശരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. നമ്മുടെ KFC ഇല്ലേ, നമ്മുടെ KFC അവർ സ്ഥിരമായിട്ട് ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഡിസൈനാണ്. ഇതും സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. ഒത്തിരി ഉണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ നിങ്ങളെടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മനസ്സിൽ വെച്ചാൽ മതി. നമുക്കൊരു 32 മുതൽ ഏകദേശം നമ്മുടെ ഹൈ എൻഡ് ബഡ്ജറ്റ് എത്രയാണ് പോകുന്നത്? 36. അതായത് നമ്മൾ 2x4 പ്രൈസ് സെഗ്മെന്റ് എന്ന് വെച്ചാൽ 32 മുതൽ 42 റുപ്പീസ് വരെ 1600-800 കളക്ഷൻ ഇല്ലേ അല്ലേ? അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഓവർ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇതിനൊക്കെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി സാധനമാണ് അല്ലേ? ഇത് എത്ര വരാ? ഇത് 33, 32 റേഞ്ച്. അയ്യോ, ഉടൻ്റെ ടൈപ്പിൽ അടിപൊളി ഒരു സാധനം കാണിച്ചു തരാം. അതൊക്കെ ആഹാ, എന്താ രസമുള്ള സാധനം. നമ്മുടെ കോർട്ട്യാർഡ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? അല്ല, ഇത് പ്രീമിയം. ഇത് ഒരു പീസ് ഇതിന്റെ സെക്ഷൻ അവിടെ വരണേ. ഇത് കസ്റ്റമർ ഡിസൈൻ സെറ്റ് ആക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചതായിരിക്കും. ഓക്കെ ശരി. നമുക്ക് വേണ്ട ഇങ്ങനെ പുറകിലേക്ക് വരുന്ന സമയത്തെ ഇതിനകത്ത് കാണുന്ന എല്ലാം നമ്മുടെ 4x2 ആണ്. പക്ഷേ ഏതാണ്ട് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടി വലുപ്പമുള്ള ടൈൽസ് ആണ്. അതായത് നമുക്ക് ജോയിന്റ് ഫ്രീ ആയിട്ട് മാക്സിമം ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടൈൽസിലേക്ക് പോവാം. ഇത് എത്ര വരെ? ഇത് 49 റുപ്പീസ്. അത്രേ ഉള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. 6x4 സൈസ്. 6x4 സൈസിന് 50 രൂപയ്ക്ക് താഴെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടല്ലോ അല്ലേ? ഇതാണ്ട് ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നുണ്ട്. ഇത് നമുക്ക് അത്രയാണോ റേറ്റ് വരുന്നത്? അതെ, റേറ്റ് 49 മുതൽ 48 മുതൽ ഒരു 55 റേറ്റ് വരെ വരാം. ഇതിന്റെ വേറൊരു രസകരമായ സംഭവം, ഇപ്പൊ ഇത് വ്യാപകമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഈ സൈസിലേക്ക് നമുക്ക് നമ്മുടെ ടേബിളിന്റെ ഫ്രെയിം പണിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് ഗ്ലാസിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. ക്ലീനിങ് വളരെ ഈസിയാണ്, സ്ക്രാച്ച് വീഴില്ല. അതുപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഡബിൾ തിക്നെസ്സിൽ കൃത്യമായിട്ട് നല്ല പണിക്കാരാണെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും അല്ലേ? ഇതിന്റെ പ്യൂർ വൈറ്റ് കുറേ അധികം കളക്ഷൻസ് കിട്ടും. ഇത് എത്ര വരെ? ഇതൊരു 51, 52, 53 റേഞ്ചിൽ. ആ റേഞ്ചിലാണ് വരിക. ഇത് 800x600 into 600. ഓക്കെ. ഇത് എത്ര വരെ? ഇത് നമ്മൾ പ്രൈസ് റേഞ്ച് മുതൽ 44 മുതൽ ഒരു 48 റുപ്പീസ് വരെയാണ് വരുന്നത്. ഹൈ ഗ്ലോസ് ആണെങ്കിൽ ഒരു 48 റുപ്പീസ് വരും. ഇതിൽ പ്രൈസ് ചേഞ്ച് വരുന്ന വെച്ചാൽ ഹൈ ഗ്ലോസും നോർമൽ ഗ്ലോസി ഉള്ളതുണ്ടാവും. ഇതിപ്പോൾ ഹൈ ഗ്ലോസ് ആണ്. ഈ കാണുന്നത് ഇത് ഹൈ ഗ്ലോസ് ആണ്. ഈ ഹൈ ഗ്ലോസ് തന്നെയല്ലേ നമ്മൾ ശരിക്കും 4K ടൈൽ എന്ന് പറയുന്നത്? അതെ. നമുക്ക് ഇതിന്റെ തന്നെ എന്താണ് ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലേ? അർമാനി ഗ്രേ റേഞ്ചിൽ ഡിസൈൻ, കറക്റ്റ് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ. തീർച്ചയായിട്ടും. ഇത് എത്ര വരെ? ഇതൊരു 52 റേഞ്ചിൽ. 52 രൂപയ്ക്ക് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ. ശരിക്കും ഇത് കറക്റ്റ് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ച് ആരും പറയില്ല അല്ലേ ഇത് ഇറ്റാലിയൻ മാർബിൾ അല്ല എന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇതിനൊരു ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവണമെന്ന് അറിയില്ല. അതായത് ഇതിനൊരു ഗ്ലാസ് ഫിനിഷ് ഉണ്ട് അല്ലേ?
ഇതും ആ റേഞ്ച് തന്നെ അതെ ആ റേഞ്ച് തന്നെയാണ്. തന്നെയാണ്. ഗ്ലാസ് ഫിനിഷ് വരാൻ കാരണം വെച്ചാൽ ഗ്ലോസി ഹൈ ഗ്ലോസിയിലാണ് വരുന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഈ കുറേ അധികം ജാളിയാണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് ഈ കളർ തന്നെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പെയിന്റ് കൊടുക്കാം. ഇത് നമുക്ക് എത്രയാണ് ഒരു പീസിന് റേറ്റ് വരിക? ഇത് 80 രൂപയാണ്. പല ബ്രാൻഡുകളുടെ സാധനമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ സെയിം ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്തതിന് ശേഷം ബ്രാൻഡിങ് വരുന്ന സമയത്ത് ഇത് ഒരു 120 ഒക്കെ പോകുന്ന പല ബ്രാൻഡുകളും ഉണ്ട്. ഫ്രണ്ടിലോട്ടായിട്ട് നമ്മൾ കാണുന്നത് മൊറോക്കൻ ഡിസൈൻ ആണ് അല്ലേ? ഇത് ശരിക്കും നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോട്ടിന്റെ പുറകിലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ചെയ്യലുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. ഇത് എത്രയാണ്? 35 ആണോ? 35. ഇത് പോർഷൻ ബോഡി വരുന്ന കേട്ടോ. അത് കസ്റ്റമർ നമ്മൾ പറയും. ഓക്കെ. കാരണം ഇത് ടോയ്ലറ്റ്സിലൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ, കിച്ചണിലൊക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ തന്നെ കുറെ അധികം കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് എപ്പോഴും വന്നാലും സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടാവും അല്ലേ? ഇത് 2x2 ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2x2 എന്ന് പറയുന്നത് 4 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതൊന്നും ഇല്ല. 3.7 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനൊക്കെ വരിക. എവിടെ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ബില്ലടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. അത് അടിപൊളി ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ്. പിന്നെ നമുക്ക് ഏതിൻ്റെയൊക്കെ കളക്ഷൻ ഉള്ള ഗാലക്സി ഉണ്ട് അല്ലേ? ഗാലക്സിയിൽ ഇല്ല, ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. പിന്നെ ബ്ലാക്കിൽ പേൾ ബ്ലാക്ക് ഉണ്ട്, ഉണ്ട്. ഇത് ലെപ്പോത്ര അല്ലേ? ഇതൊക്കെ ലെപ്പോത്രയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ റേറ്റ് ഞാൻ പറയൂല കേട്ടോ. ഇത് നിങ്ങൾ ഇവിടെ ഈ ടൈൽസ് നോക്കാൻ വരുന്ന സമയത്ത് ഇതൊരു സർപ്രൈസ് സാധനമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റിൻ്റെ റേറ്റ് പറയുന്ന പരിപാടിയില്ല. നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് കണ്ട് സർപ്രൈസ് ആവും, അത്ര തന്നെ പറയുന്നുള്ളൂ. ഇത് ഏത് ഫിനിഷാണ്? ലെതർ ഫിനിഷാണ്. ലെതർ ഫിനിഷാണ്. ഇതിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാത്തുണ്ട്. അത് ഡാർക്കാണ് ശരിക്കും മെറ്റീരിയൽ. ഓക്കെ. അപ്പം എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ഇവ ഫ്ലോർ വേൾഡിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം കേട്ടോ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു ടൈൽസിൻ്റെ വീഡിയോ വന്നിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായി. ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഇത്തരം വീഡിയോസ് വരുന്നുണ്ട്. പല വീഡിയോസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ അധികം വീഡിയോസ് ഉണ്ട്. നിങ്ങളുമായിട്ട് ഇത് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് ചെയ്യണം എന്ന് കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു സാധനമാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ ലുക്മാൻ ബ്രോയുടെ അതുപോലെ തന്നെ ഷോപ്പിൻ്റെയും ഡീറ്റെയിൽസ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏത് ടൈമിലും വിളിക്കും. ഫുൾ ഡേ വർക്കിംഗ് അല്ലേ? സൺഡേ ഉൾപ്പെടെ വർക്കിംഗ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് നമ്മളത് വരുന്നത് MC റോഡ് എന്താണ് ചടയമംഗലത്തിന്റെ നിലമേലിന്റെ ഇടയിൽ നെട്ടേത്ര എന്ന് പറയും. നെട്ടേത്ര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 200 മീറ്റർ അപ്പുറത്താണ്. ഞാൻ ലൊക്കേഷനും കൊടുത്തേക്കാം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.